ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെണ്ട കൃഷിയെ കുറിച്ചാണ്. കാരണം നമുക്കിവിടെ ഉണ്ടായിരുന്ന ചെടികളെല്ലാം തന്നെ ഈ വേനലിന്റെ ചൂട് കൊണ്ടും ഞാൻ 2-3 ദിവസം മാറി നിന്നപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് വെണ്ട ചെടികളെ വീണ്ടും ഇവിടെ നട്ട് വളർത്തി തുടങ്ങണം. അപ്പം ആർക്കെങ്കിലും ഒക്കെ ഇതേപോലെ ചെയ്യാൻ താല്പര്യമുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനപ്രദമാകും. നമുക്ക് കൂടുതൽ ചെയ്യാൻ തോന്നുകയും ചെയ്യുകയും അല്ലെ നമ്മുടെ നട്ട വെണ്ട എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ചോട്ടിച്ചെന്ന് ഇങ്ങനെ ചെയ്തു കൊടുത്താലോ ഇങ്ങനെയൊക്കെ തോന്നിക്കാനും നിങ്ങൾ ചെയ്യാനും വേണ്ടി കൂടിയാണ് നമ്മളിതിങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മുടെ വെണ്ട എന്ന് പറയുമ്പോൾ വെണ്ട കൃഷിയിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ വിത്തുകൾ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ നട്ടുപിടിപ്പിക്കുന്നതിന് മുന്നേ നല്ല വളർച്ച, നല്ല ആരോഗ്യത്തോടെ വെണ്ടയുടെ ചെടികൾ അല്ലെങ്കിൽ വെണ്ട തൈകൾ വളർന്നു വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് ഞാൻ 4 വിത്തുകൾ, ഇത് ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തുകളാണ് നമ്മളിവിടെ കൊടുക്കുന്ന വിത്തുകളാണ്. ആനക്കൊമ്പൻ്റെ പച്ച നിറത്തിലുള്ള വെണ്ടയും അതുപോലെ ചുവപ്പ് നിറത്തിലുള്ള വെണ്ടയും പിന്നെ നമ്മുടെ സാധാരണ വെണ്ടയും സാധാരണ വെണ്ടയിൽ തന്നെ ചുവന്ന വെണ്ടയും ഒക്കെ ഉണ്ട്. ഇതുകൂടാതെ ഏകദേശം ഒരു പച്ചക്കറി തോട്ടം അല്ലെങ്കിൽ ഒരു അടുക്കളത്തോട്ടം വളർത്തേണ്ടുമ്പം അടുക്കളത്തോട്ടത്തിന് ആവശ്യമായ എല്ലാ ഇനം വിത്തുകളും നമ്മളുടെ അടുത്തുണ്ട്. വിത്തുകൾ കിട്ടാനില്ലാത്തവർ അല്ലെങ്കിൽ നല്ല ഇനം വിത്തുകൾ കിട്ടണമെന്ന് താല്പര്യമുള്ളവർക്ക് ഒരു മെസ്സേജ്, ഈ വീഡിയോയിൽ ഒരു നമ്പർ തരും. ആ നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് ആവശ്യമായ വിത്തുകൾ അയച്ചു തരാം. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ 4 വിത്തുകളെ ആദ്യം ചെയ്യുന്നത്, വിത്തുകളെ നമ്മൾ ഇത് സ്യൂഡോമോണാസ് ആണേ. അപ്പോൾ ഒരു ശകലം സ്യൂഡോമോണാസ് ഒരു 1/2 ടീസ്പൂൺ മതി, കുറച്ചളവ് വെള്ളം മതിയല്ലോ. അപ്പോൾ നമുക്കൊരു കുറച്ച് സ്യൂഡോമോണാസ് ഇതിലേക്ക് എടുക്കാം. കണ്ടോ, ഇത്രയും ഞാൻ സ്യൂഡോമോണാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി പേസ്റ്റ് ആക്കണം, അല്ലെങ്കിൽ ഇത് ലയിക്കാൻ ഇച്ചിരി പാടാണേ വെള്ളവുമായിട്ട് ചേരാനായിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് എന്തെങ്കിലും ഒരു കമ്പ് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒക്കെ ഇളക്കി നല്ലോണം ഇതിനകത്തൊന്ന് പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം വെള്ളം ഒഴിക്കുവാണെങ്കിൽ നല്ലതാണേ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു, അതിനകത്തേക്ക് ഈ വെണ്ട വിത്തുകൾ ഇട്ടു. ഇങ്ങനെ സാധാരണ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് 12 മണിക്കൂർ, സാധാരണ നമ്മൾ വൈകുന്നേരമായിരിക്കും വെള്ളത്തിലിടുന്നത്. അപ്പം വൈകുന്നേരം വെള്ളത്തിലിടുക, പിറ്റേ ദിവസം രാവിലെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ആ പാത്രത്തിനകത്ത് തന്നെ വെച്ചാൽ മതി. അതിൻ്റെ മുകളിലേക്ക് ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ പേപ്പറോ ഇട്ട് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ ഉറപ്പായും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിന് മുള വരും. അങ്ങനെ മുള വന്ന വിത്തുകളെ ഞാൻ പാകി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. കണ്ടോ, ഏകദേശം എല്ലാ വിത്തുകളും തന്നെ നമ്മൾ ഈ പാത്രത്തിനകത്തേക്ക് പാകി വെച്ചിരിക്കുന്ന എല്ലാം തന്നെ കിളുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് മുള വന്നുകൊണ്ടിരിക്കുവാണ്. അതുപോലെ ഇതിനകത്താണെങ്കിലും കണ്ടോ എല്ലാം തന്നെ കിളുത്തിട്ടുണ്ട്. ഇത് ഞാൻ പാകിയിരിക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്ന വിത്തുകളെ കാണിച്ചില്ലേ, അത് ഞാൻ പാകി വെച്ചിരിക്കുന്നത് വെറും ചാണകപ്പൊടി മാത്രം ഈ പ്രോട്രേക്കകത്തേക്ക് ഇട്ടിട്ട് അത് നല്ലോണം നനച്ചു കൊടുത്തിട്ട് ഈ മുള വന്ന വിത്തുകളെ അതിനകത്തേക്ക് വെക്കുക ചെയ്തിരിക്കുന്നത്. ചകിരിച്ചോറ് മാത്രമായാലും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ പകുതി വീതം മിക്സ് ചെയ്തിട്ട് ഇതേപോലെ പ്രോട്രേക്കകത്ത് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വിത്തുകൾ പാകിയാലും നല്ല ആരോഗ്യത്തോടെ കിളിർത്ത് വരും. അങ്ങനെ കിളിർത്ത് വന്നാൽ ഒരു 4 ഇല പരുവമാകുമ്പോഴാണ് നമ്മൾ മാറ്റി നടുന്നത് കേട്ടോ. ഇത് നമ്മൾ അങ്ങനെ 4 ഇല പരുവമായ വെണ്ട തൈകളെ മാറ്റി നട്ടിരിക്കുന്നതാണ്. കണ്ടത് ഇത്രയും ആയപ്പോൾ തന്നെ കണ്ടോ നല്ല മൊട്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അവരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ചും കൂടെ വളർത്തിയെടുക്കണം. കണ്ടോ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഇതൊരു ജൈവവളമാണേ. എന്തെങ്കിലും ജൈവവളം, ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ജൈവവളം ഉണ്ടെങ്കിൽ അത് ഒരു കുറച്ചളവ്, ഒത്തിരി കൂടാൻ പാടില്ല കേട്ടോ. ചെടിയുടെ തണ്ടിലും ചുവട്ടിലും ഒന്നും പറ്റാത്ത വിധത്തിൽ ഇതേപോലെ വളരെ കുറച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ചയുടെ ഇടവേളകളിൽ മാറ്റി നട്ട് ചൂട് പിടിച്ച് കഴിയുമ്പം 2 ആഴ്ചയുടെ ഇടവേളകളിൽ നമുക്ക് വീണ്ടും വളമിട്ട് കൊടുക്കാം. ഇങ്ങനെ വളമിട്ട് കൊടുത്താൽ പിന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് ആണേ. ഇപ്പം പറമ്പിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ആ മണ്ണ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഇപ്പം ഞാൻ ടെറസിലാണ് പാത്രങ്ങൾക്കകത്ത് കൃഷി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പം നമ്മൾ ടെറസിൽ ആവശ്യമായ മണ്ണിനെ കൂട്ടി പോട്ടിംഗ് മിക്സ് ആക്കിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ആ പോട്ടിംഗ് മിക്സ് ആണിത്. അപ്പം ഇത് കുറേശ്ശെ നമ്മുടെ ചെടിയുടെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഇപ്പം നമ്മൾ വളമിട്ടില്ലേ, ആ വളം ഒന്ന് മൂടത്തക്ക രീതിയിൽ ചെടിയുടെ ചുവട്ടിലോട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കുവാണേ. ഞാനിവിടെ പോട്ടിംഗ് മിക്സ് ആണ് ഇടുന്നതേ ഉള്ളൂ, നിങ്ങൾ മണ്ണിട്ട് കൊടുത്താലും മതി.
കണ്ടോ, ഇങ്ങനെ നമ്മൾ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കും. അപ്പോൾ ചെടിയുടെ ചോട്ടിലേക്ക് മണ്ണ് വന്ന് കൂടി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പൊത ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് കിളുത്തിരിക്കുന്നതെല്ലാം നല്ല ഇനം ചീരത്തൈയാണ്. അപ്പം നമുക്ക് വേനലിൻ്റെ ആധിക്യത്തിൽ നമുക്ക് ചീര ഉണ്ടായിരുന്നതൊക്കെ തോട്ടത്തിലേത് അല്ലെങ്കിൽ ഓരോരോ പാത്രങ്ങൾക്കകത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് പോയി നിൽക്കുവാണ്, തീർന്നു നിൽക്കുവാണ്. അപ്പോൾ അവിടേക്ക് നമുക്കിതിനെ മാറ്റി നടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ ഒഴിവാക്കിയിട്ടാണ് ഇതിൻ്റെ ചോട്ടിലോട്ട് പൊതയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പൊതയിട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ അടിച്ചു വാരുന്ന ഇലകളാണ്. അപ്പം നമുക്ക് കുറച്ച് ഇലകൾ ഇതിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നമ്മുടെ ചീരത്തൈകൾ നഷ്ടപ്പെടാതെ, പരമാവധി നഷ്ടപ്പെടാതെ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നടുക്കോട്ടാണ് കൂടുതലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരെ പറിച്ചെടുക്കണം. നല്ല ഇനം പച്ച ചീരയുടെ തൈകളും അതുപോലെ മയിൽപ്പീലി ചീരയും പാൽ ചീരയും ഒക്കെ കിളുക്കുന്നുണ്ട്. നമുക്ക് അവർക്ക് തൈകളെ മാറ്റി നട്ടു കൊടുക്കുകയും ചെയ്യണം. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. ചെടി വളഞ്ഞു പോകാതെയും ഒടിഞ്ഞു പോകാതെയും ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അതുപോലെ വളങ്ങൾ കണ്ടോ, ഇതേപോലെ ഇലകളിലൊന്നും വീണ് കിടക്കരുത്. ഇലകളിൽ വീണ് കിടന്നാൽ ഇതിപ്പം നല്ല ചൂടുള്ള സമയമാണ്, ഇലകൾ വാടി അഴുകിയതുപോലെ ആയി നമുക്ക് ആ ഇല അങ്ങ് നഷ്ടമാകും. ചെടിയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഇലകളാണ്. ഇത്രയും മാത്രം പൊതയാണ് ഇതിന് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു വെണ്ട കണ്ടോ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് വെണ്ടയ്ക്ക ഉണ്ടായി കിട്ടാൻ ഈ 2-3 വെണ്ട 2-3 ഉള്ളൂ കേട്ടോ. ബാക്കി ഇതിനകത്തുണ്ടായിരുന്ന ഒരെണ്ണം കൂടെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ചുവന്ന നിറത്തിലുള്ള വെണ്ടയാണ്. ഈ വെണ്ടയ്ക്ക് ഒരു കാര്യമാണ്, നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വിളവെടുക്കണം. ഇത് നമ്മുടെ സാധാരണ വെണ്ടയുടെ ചുവന്ന നിറത്തിലുള്ള വെണ്ടയാണ്. കണ്ടോ, മൂത്ത് പോയിട്ടുണ്ട്. കണ്ടോ, സാധാരണ വെണ്ട മൂത്തോന്നറിയണേ നമ്മളിത് ഇതിൻ്റെ ഇങ്ങനെ ഇവിടെ ഒടിച്ചാൽ മതി. ഒടിഞ്ഞാണ് വരുന്നതെങ്കിൽ ഈ വെണ്ട ഇളത്തയാണെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് മൂത്ത് പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മൂത്ത് പോയ വെണ്ടകളെ, വെണ്ടച്ചെടിയെ നിർത്താതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ വിളവ് വീണ്ടും കുറഞ്ഞു പോകും. അപ്പം ഞാൻ ഇത് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നതായതുകൊണ്ട് ഇതിൻ്റെ ചോട്ടിലെ കള കണ്ടോ, ഈ കളകളെയൊക്കെ നമുക്കങ്ങ് പറിച്ചു മാറ്റണം. അല്ലെ നമ്മൾ കൊടുക്കുന്ന വളമെല്ലാം അവർ വലിച്ചെടുക്കും. കണ്ടോ, ഒരു ചൂട് കളയാണ് ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു. പിന്നെ ഈ ചേമ്പ്, ഈ സൈസ് ചേമ്പുകളെ നിർത്തരുത് കേട്ടോ, കളച്ചേമ്പുകളാണ്. ഇനി ഇതിൻ്റെ ചൂട് നമുക്കൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കാം. കണ്ടോ, നല്ലപോലെ ഇളക്കമുള്ള മണ്ണ് തന്നെയാണ്. എന്നാലും അതിൻ്റെ ചോട്ടിലെ മണ്ണിനെ നമ്മളൊന്ന് പതുക്കെ ഒരു വായുസഞ്ചാരം ഉള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ചോട്ടിലോട്ട് എന്നാ ചെയ്യുന്നറിയോ, നമ്മൾ ആ കുഞ്ഞു ചെടിക്ക് കൊടുത്തില്ലേ, അതേപോലെ തന്നെയുള്ള ഈ ജൈവവളം കുറച്ച് മാത്രം മതി കേട്ടോ. ചെടിയുടെ ചോട്ടിലോട്ട് വേരേലും തണ്ടേലും മുട്ടരുത്, അങ്ങനെ നമ്മൾ മാറ്റിയേ ഇടാവുള്ളൂ. അങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചോട്ടിലോട്ട് ഞാൻ നല്ലപോലെ പൊത കൊടുക്കാൻ പോവുകയാണേ. ഈ ഇലയാണ്, ഇത് ഞാൻ വാരി ഇട്ടിട്ട് കാണിക്കാവേ. കണ്ടോ, ഇതേപോലെ നമ്മൾ അങ്ങോട്ട് പൊതയിട്ട് കൊടുക്കും. അപ്പം ചോട്ടിലോട്ട് നല്ലോണം ചെല്ലത്തക്ക രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എല്ലാ ഭാഗത്തും പൊത വരത്തക്ക രീതിയിലാണ്. ഇവിടെയാണ് ഒരെണ്ണം ഇച്ചിരി വളഞ്ഞാണ് നിൽക്കുന്നത്, അതിനേക്കൂടെ നമുക്ക് അങ്ങോട്ട് നിവർത്തിയും വെക്കാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ പൊതയിട്ട് കൊടുത്തു. ഈ പൊതയിടാനായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഉണങ്ങിയ ഇലകളല്ലേ, അപ്പം അത് കാറ്റടിക്കുമ്പോൾ ഒത്തിരിയും പറന്നു പോകും. അങ്ങനെ പറന്നു പോകാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത്, ഈ ഇട്ടിരിക്കുന്ന ഇലയുടെ മുകളിലോട്ട് അത്യാവശ്യം നമ്മുടെ ചെടിയുടെ ചോട്ടിലോട്ടായിട്ട് കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം വെള്ളം ഒഴിക്കുമ്പം ആ നനവ് അവിടെ നിന്നിട്ട് ഈ ഇലകൾ പറന്നു പോകത്തില്ല കേട്ടോ. അപ്പം നമ്മൾ അത്യാവശ്യം വളം ഇട്ട് കൊടുത്തു, അതുപോലെ മണ്ണിട്ട് കൊടുത്തു, പൊതയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർ നല്ലോണം കായ്ക്കണമല്ലോ, അതിന് നമ്മൾ ചെയ്യുന്ന വളം എന്ന് പറയുന്നത്, ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരാനും നിറയെ കായ പിടിക്കാനും പറ്റുന്നൊരു കിടിലൻ വളമാണിത്. ഇത് നമ്മുടെ ജൈവ സ്ലറിയാണ്. ജൈവ സ്ലറി എടുത്തിട്ട് നല്ല പോലെ നേർപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ മണ്ണ് നനയാൻ പാകത്തിന് ഇതിൻ്റെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതൊരു ആഴ്ചയിൽ 1 പ്രാവശ്യം വീതം ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 10 ചൂട് വെണ്ടയുണ്ടെങ്കിൽ എന്നും വെണ്ടയ്ക്ക കിട്ടും. കണ്ടോ, ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അത് നമുക്ക് കുഞ്ഞു ചെടിക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ചെടിക്കും ഇതേപോലെ, പക്ഷേ ചോട്ടിലെ ഇലകളിലൊന്നും വീഴാതെ, തണ്ടയിൽ വീഴാതെ വേണം നമ്മൾ ചെയ്തു കൊടുക്കാൻ. ഇപ്പം നമ്മൾ പാകി വെച്ചിരിക്കുന്ന വിത്തുകളെ ഞാൻ കാണിച്ചില്ലേ, അവരൊരു 4 ഇല പരുവമാകുമ്പോൾ എനിക്ക് മാറ്റി നടാനുള്ളത് ഈ പെട്ടിയിലോട്ടാണേ. കുറച്ച് സ്ഥലം മാത്രമേ എനിക്കിവിടെ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളിവിടെ നേരത്തെ വെണ്ട നട്ടിരുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതേലൊന്നും ഇനിയൊന്നും ഉണ്ടാകത്തില്ല. കണ്ടോ,
ഇതൊക്കെ നമുക്കങ്ങ് പറിച്ചു മാറ്റാം. പറിച്ച് നമുക്കിതിവിടെ പൊതുവായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇതിനെ ഞാനങ്ങോട്ട് പറിച്ചു മാറ്റി. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പെട്ടിക്കകത്ത് മാത്രമല്ലേ എനിക്ക് സ്ഥലമുള്ളൂ. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, പുതിയതായിട്ട് നമ്മൾ വെണ്ട നടാൻ പോകുന്ന സ്ഥലം ഇത് ഡോളമൈറ്റ് ആണേ. കുറച്ച് ഡോളമൈറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ ചെയ്യുന്ന അങ്ങനെയാണ്. ഈ ഡോളമൈറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ കൊത്തി ഇളക്കും. അപ്പം ഞാൻ നല്ലപോലെ കൊത്തി ഇളക്കിയിട്ട് കാണിക്കാം. ഞാൻ എൻ്റെ ഇതിനകത്തെ മണ്ണ് കിളച്ച് കുറച്ച് മണ്ണ് ഈ ഗ്രോ ബാഗിനകത്തോട്ട് കോരി എടുത്തിട്ടുണ്ടേ. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഡോളമൈറ്റ് ഇട്ടതായിരുന്നു കിളയ്ക്കുന്നതിന് മുന്നേ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് എല്ലുപൊടിയാണേ. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് എല്ലുപൊടി ഇടുക. പിന്നെ വെണ്ടകൾക്കൊക്കെ എപ്പോഴും ഈ തണ്ട് തുരക്കുന്ന രോഗങ്ങളും അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നതാണ്. അതുകൊണ്ടിത് വേപ്പിൻ പിണ്ണാക്കാണ്. അപ്പോൾ അത് നമ്മൾ എല്ലുപൊടി ഇട്ടിടത്തോളം ഇടണ്ട, വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം എല്ലുപൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം മണ്ണുമായിട്ട്. അങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം കണ്ടോ, ഇതുപോലെ നമ്മൾ കൊത്തിക്കിളച്ച് ഇളക്കി ചേർക്കാം. കണ്ടോ മണ്ണിൻ്റെ ഇളക്കം കണ്ടോ. ഇങ്ങനെ ഇളക്കമുള്ള മണ്ണിലേ ഉള്ളൂ എന്ത് നട്ടാലും നല്ലതുപോലെ ഉണ്ടാകത്തുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഉണങ്ങിയ ഇല ഇടാൻ പോവുകയാണേ. ഈ ചാക്കിനകത്തുനിന്ന് കുറച്ച് ഉണങ്ങിയ ഇല ഈ ചെയ്തതിൻ്റെ മേളിലോട്ട് നമ്മൾ ഇടും. കണ്ടോ, ഇത്രയും ഇലകൾ അങ്ങോട്ട് ഇട്ടിട്ട് ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് കുറച്ച് മണ്ണിനെ എടുത്ത് പുറത്ത് വെച്ചിട്ടില്ലേ, ആ പുറത്ത് വെച്ചിരിക്കുന്ന മണ്ണിനെ അങ്ങോട്ട് തിരിച്ചിടും. കണ്ടോ, അപ്പം ഈ ഇലകളുടെ മുകളിൽ കൂടെ നല്ല ഭംഗിയായിട്ട് ആ മണ്ണങ്ങോട്ട് നിരന്ന് കഴിയുമ്പം നമുക്ക് കൃഷി ചെയ്യാൻ പാകത്തിനുള്ള മണ്ണായിട്ടുണ്ട്. ഇനി നമ്മുടെ വെണ്ടവിത്ത് വളർന്ന് 4 ഇല പരുവാകുന്നിടം വരെ നമ്മളിത് നനച്ചിടും. എല്ലാ ദിവസവും നനയ്ക്കും. അപ്പം വെണ്ടവിത്ത് നമുക്ക് വെണ്ടത്തൈ 4 ഇല പരുവമായത് മാറ്റി വെക്കുമ്പോഴത്തേക്കിന് ഇത് നല്ല വളക്കൂറുള്ള മണ്ണായി കഴിഞ്ഞിരിക്കും. പിന്നെ വെണ്ട വിത്ത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത്, നല്ലപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം വെണ്ടയെ വളർത്താൻ. അതുപോലെ വെണ്ടയുടെ ചുവട്ടിൽ എപ്പോഴും നനവ് നിലനിൽക്കണം. ഇപ്പം ഈ വേനൽക്കാലമായതുകൊണ്ട് പറ്റുമെങ്കിൽ 2 നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ വെള്ളത്തിൻ്റെ നനവ് നിലനിർത്തി 2 ആഴ്ച ഇടവേളകളിൽ നമ്മൾ വളവും കൊടുത്താൽ നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ വെണ്ട വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യമാണ്, വെണ്ടയ്ക്ക ഉണ്ടാകാൻ തുടങ്ങിയാൽ മൂത്തു പോകുന്നിടം വരെ നിർത്തരുത്. വലിപ്പം കുറവാണെങ്കിലും ഉണ്ടായി ഒരു 2-3 ദിവസം അത്യാവശ്യം വളർച്ച എത്തിയെന്ന് മനസ്സിലാകുമ്പോഴേ അതിനെ ഒടിച്ചെടുത്തോണം. എന്നിട്ട് കൂട്ടി വെക്കുക. ഇപ്പം 4 ചെടിയേ ഉള്ളെങ്കിൽ 2 ദിവസത്തെ വെണ്ടയ്ക്ക കിട്ടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസത്തെ വെണ്ടയ്ക്ക കിട്ടുമ്പോൾ നമുക്കൊരു തോരൻ വെക്കാനോ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി വെക്കാനോ ഉള്ളത് തികയും. ഒരുമിച്ച് പറിച്ചെടുക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ചെടിയെ നിർത്തിയാൽ അത് വിളഞ്ഞു പോകാനാണ് സാധ്യത. പിന്നെ നമ്മൾ ഈ 4ഉം 6ഉം ഒക്കെ ചെടികൾ വളർത്തുന്നവർ പറ്റുമെങ്കിൽ ആനക്കൊമ്പൻ വെണ്ട നടുവാണെങ്കിൽ നമുക്കൊരു 4ഓ 5ഓ കായ ഉണ്ടെങ്കിൽ ഒരു തോരൻ വെക്കാനും മെഴുക്ക് പുരട്ടി വെക്കാനും തികയും. അപ്പോൾ അത്തരത്തിലുള്ള വെണ്ടച്ചെടികളാണ് വെക്കുന്നതെങ്കിൽ ഇട കുറവുള്ളവർക്ക് അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണിത്. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.